എവിടെ പോയി? കാണുന്നില്ലല്ലോ. ഹലോ, ഹായ്, എൻ പേര് റാണി. ഉങ്ക പേരെന്നാ? ഇന്ദു. എനിക്ക് നേരത്തെ പോണമായിരുന്നു, അതുകൊണ്ടാ പരിചയപ്പെടാൻ പറ്റാഞ്ഞത്. എന്നോട് ആദ്യം പറഞ്ഞിട്ടുണ്ട് ഇയാളെ പറ്റി. അങ്ങനെ എനിക്ക് കുറച്ചൊക്കെ തന്നെ പറ്റി അറിയാം. എന്നാലും ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ? ആ സൊല്ലുങ്ക. ഇതെന്താ താൻ മലയാളം തമിഴും കൂടെ മിക്സ് ആക്കി പറയുന്നേ? ഓ അതുവാ, അമ്മ വന്ന് തമിഴ്, അപ്പ വന്ന് മലയാളി. അതുകൊണ്ട് ഈ രണ്ട് ലാംഗ്വേജ് എനിക്ക് ഒരുപാട് ഇഷ്ടം. ഞാൻ തമിഴ് കണ്ടിന്യൂസ് சொன்னா മലയാളം മറന്നിടുക, മലയാളം കണ്ടിന്യൂസ് പറഞ്ഞ തമിഴും മറക്കും. അതുകൊണ്ട് ഈ രണ്ടും കൂടെ മിക്സ് ആക്കി പറയുന്നത്. അത് കൊള്ളാലോ. അല്ല, ആദ്യം എവിടെ? ആദ്യം കണ്ടായിരുന്നോ? അയ്യോ, ഞാൻ അത് പറയാൻ വേണ്ടിയാ തന്നെ കാണാൻ വന്നത് തന്നെ. ആദ്യക്കൊരു മീറ്റിംഗ് ഉണ്ടെന്ന് പറയാൻ പറഞ്ഞു തന്നോട്. മീറ്റിംഗോ? ആമാ, മീറ്റിംഗ് താ, ഗൂഗിൾ മീറ്റിംഗ്. ഓ, നിങ്ങള് വെളിയിൽ കറങ്ങാൻ പോകാനിരിക്കുവായിരുന്നല്ലേ? ആ അതെ. ആർക്കാ വെളിയിൽ പോകേണ്ടത്? അതുകൊണ്ട് ചന്ദ്രേട്ട, ആദ്യം എന്റെ കൂടെ വെളിയിൽ കറങ്ങാൻ പോകാൻ പ്ലാൻ ചെയ്ത, പക്ഷെ ആദ്യക്കൊരു മീറ്റിംഗ്, അതുകൊണ്ട് വെളിയിൽ പോക്ക് ക്യാൻസൽ ആക്കി. ഓ അതായിരുന്നോ? നീ വാ, ഞാൻ കൊണ്ടുപോവാം. അയ്യോ അത് വേണ്ട, ഞാൻ ആദ്യയോടെ പൊക്കോളാം. നിന്നോട് വരുന്നോ എന്നല്ലേ ചോദിച്ചേ? വരാനാ പറഞ്ഞേ. നിന്നെ ഞാൻ കൊണ്ട് കൊക്കയിലൊന്നും തള്ളിയിടത്തില്ല. മര്യാദക്ക് എന്റെ കൂടെ വരാൻ നോക്ക്. ഓ, ഈ മോരടനെ കൊണ്ട് ഞാൻ തോറ്റു. എന്നാ നിങ്ങൾ ചെല്ല്, എനിക്കിവിടെ കുറേ ജോലിയുണ്ട്. ഞാൻ പോയി ജോലി തീർക്കട്ടെ. ശരി, ഞങ്ങളെന്നാ പോയിട്ട് വരാം. ഹലോ മാഡം, എന്താ ഒന്നും മിണ്ടാത്തത്? അല്ലെങ്കിൽ 100 നാവാണല്ലോ സംസാരിക്കാൻ. എന്താ, എന്നെ പേടിയാണോ? അങ്ങനെ പേടിയൊന്നുമില്ല. ഞാൻ എന്താ ചോദിക്കുക എന്നിങ്ങനെ ആലോചിക്കുമായിരുന്നു. ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ? ചോദിക്ക്. ഇത്രയും വയസ്സായിട്ടും എന്താ കല്യാണം കഴിക്കാത്ത? അതറിഞ്ഞിട്ടെന്തിനാ? അല്ല, ഒരു സ്കോപ്പ് ഉണ്ടെങ്കിൽ ട്രൈ ചെയ്യാലോ. അത് ഞാൻ അച്ഛന് കൊടുത്ത വാക്കാ. അവരെ രണ്ടുപേരെയും ഒരു കരക്കെത്തിക്കുമെന്നും അവരെ കൂടെ ചേർത്ത് പിടിക്കുമെന്നും. അതിനെന്തിനാ കല്യാണം കഴിക്കാതിരിക്കുന്നേ? അത് എനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട്. അതെന്താ താല്പര്യമില്ലാത്തത്? ഇനി എപ്പോഴെല്ലാം താല്പര്യം ഉണ്ടാകുവോ? ചിലപ്പോ ഉണ്ടാവും. അപ്പോഴേ എന്നെ ഒന്ന് വിളിച്ചറിയിക്കണേ. എന്തിന്? വേറെ ആരെങ്കിലും കൊത്തിക്കൊണ്ട് പോകുന്നതിന് മുന്നേ എനിക്കൊന്ന് ട്രൈ ചെയ്യാലോ. നീ ഫ്ലേർട്ട് ചെയ്യുവാണോ? അയ്യോ, ദേ ചിരിക്കുന്നു. ഇത്രയും നല്ല ചിരി ഉണ്ടായിട്ടാണോ ഈ മസിലും പിടിച്ചു നടക്കുന്നത്? അതെ, ഞാൻ എന്താ വിളിക്കുക? നിനക്ക് ഇഷ്ടമുള്ളത് വിളിച്ചോ. എല്ലാവരും ചന്ദ്രേട്ടാന്നും ചന്ദ്രാന്നും വലിയേട്ടാന്നും ഏട്ടാന്നും ഒക്കെയാ വിളിക്കുന്നത്. ഞാൻ ദേവേട്ടാന്ന് വിളിക്കട്ടെ? വിളിച്ചോ. ദേവേട്ടാ. എന്താ, ഇഷ്ടപ്പെട്ടില്ലേ? ഇഷ്ടപ്പെട്ടു, ഒരുപാട് ഇഷ്ടപ്പെട്ടു. പേര് മാത്രമല്ല, പേര് തന്ന നിന്നെ. നിന്നെ ഏട്ടൻ വളി കൊണ്ടുപോയല്ലേ? എന്നോട് റാണി പറഞ്ഞായിരുന്നു. ഹാടി, നിന്റെ ഏട്ടൻ എന്നെ കൊണ്ടുപോയി വെളിയില്. ഓ, അവളുടെ മുഖത്തെ ഒരു സന്തോഷം കണ്ടില്ലേ?
ആദി ഇന്ദു എവിടെ? അവൾ കിടന്നേട്ടാ. അവള് കഴിച്ചിട്ടാണോ കിടന്നേ? ആ അതെ, അവള് കഴിച്ചിട്ടാ കിടന്നെ. അല്ല, നീ ഫുഡ് കഴിച്ചോ? ആ ഏട്ടാ, ഞാനും ഫുഡ് കഴിച്ചു. ഏട്ടൻ കഴിച്ചോ? ആ, ഞാൻ കഴിച്ചു. എന്നാ നീ പോയി കിടക്ക്, ചെല്ല്. എടി ആദ്യം നിനക്കെന്നാ പറ്റിയ? നീ എന്താ എന്നെ ഇങ്ങനൊക്കെ നോക്കുന്നേ? മോളെ ഇന്ദു, നിനക്കെന്താടി എന്റെ ഏട്ടനുമായിട്ടൊരു ചുറ്റിക്കളി? ഐ മീൻ, വലിയേട്ടന്റെ കൂടെ പുറത്തു പോകുന്നു, കറങ്ങാൻ പോകുന്നു, വലിയേട്ടൻ നിന്നെ 3-4 പ്രാവശ്യം ചോദിക്കുന്നു, ഫുഡ് കഴിച്ചോന്ന് തിരക്കുന്നു, കിടന്നുറങ്ങിയോന്ന് തിരക്കുന്നു. എന്താ മോളെ ഇതിന്റെയൊക്കെ അർത്ഥം? എന്തർത്ഥം? ഒരർത്ഥവും ഇല്ല. പിന്നെ അങ്ങനെയൊന്നും ഇല്ലടി. നീ വെറുതെ ഓരോന്ന് ചിന്തിച്ചു കൂട്ടണ്ട. എടി ഇന്ദു, അതെന്റെ വലിയേട്ടനാണ്. ആൾക്ക് എന്തേലും മാറ്റമുണ്ടായാൽ എനിക്ക് മനസ്സിലാകും. സോ സത്യം മണി പോലെ പറയുന്നതായിരിക്കും നിനക്ക് നല്ലത്. അത് ഇങ്ങോട്ടുണ്ടോന്നറിയില്ല, എനിക്ക് നിന്റെ ഏട്ടനോട് ചെറിയൊരു ഇഷ്ടം ഉണ്ട്. എന്ത് ഇഷ്ടമോ? ബ്യൂട്ടിഫുൾ. എന്റെ പൊന്നു മോളെ, നീ എന്റെ വലിയേട്ടനെ വളച്ചെടുത്ത നിനക്കെന്ത് വേണേലും ഞാൻ തരാം. ഞങ്ങള് പഠിച്ച പണി 18 നോക്കിയിട്ട് വലിയേട്ടനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാൻ പറ്റിയിട്ടില്ല. ഇനിയിപ്പം വലിയേട്ടന് നിന്നോട് എന്തേലും ക്രഷോ ലവോ എന്തേലും ഉണ്ടെങ്കിൽ പിടിച്ച് നിന്നെ കൂടെ അങ്ങ് കെട്ടിപ്പിക്കാലോ. അപ്പം നമ്മള് റിലേറ്റീവ്സും ആകും, നിനക്ക് സ്വന്തക്കാരും ആകും. അതിന് ദേവേട്ടൻ എന്നെ ഇഷ്ടപ്പെടുവോ? ദേവേട്ടനോ? ദേവേട്ടനല്ല, എന്റെ ഏട്ടൻ, എന്റെ വലിയേട്ടൻ. ഏത് ദേവേട്ടൻ? ഹാ, നിന്റെ വലിയേട്ടൻ തന്നെ. ഞാൻ നിന്റെ ഏട്ടനെ ഇപ്പം ദേവേട്ടാന്നാ വിളിക്കുന്നത്. അവിടം വരെയൊക്കെ ആയോ? അതെന്തേലും ആട്ടെ. എങ്കിലേ നിന്റെ ദേവേട്ടൻ ഇഷ്ടപ്പെടും, പേടിക്കണ്ട. യു ഡോണ്ട് വറി, നമുക്ക് ട്രൈ ചെയ്യാം. അയ്യോ, ട്രൈയുടെ കാര്യം മാത്രം നീ പറയല്ലേ. ഒരു ട്രൈയുടെ ക്ഷീണം എനിക്ക് ഇതുവരെ ആയിട്ടും മാറിയിട്ടില്ല. എന്താടി നീ അങ്ങനെ പറഞ്ഞത്? നീ എപ്പോ ട്രൈ ചെയ്തു? കിസ്സോ? വലിയേട്ടൻ നിന്നോട് കിസ് ചോദിച്ചോ? എന്റെ പൊന്നെ, എന്നാ നീ ഉറപ്പിച്ചോ, ഏട്ടന് നിന്നോട് എന്തോ ഉണ്ട്. ആദി, ചന്തുവേട്ടാ, നീ അങ്ങ് ക്ഷീണിച്ചു പോയല്ലോ. ഹാ, ഇത് ഞാൻ അങ്ങോട്ടല്ലേ പറയേണ്ടത്? അല്ല, ഇതാരാ? ഏട്ടാ, ഇത് ഇന്ദു, എന്റെ ബേസ്റ്റ് ഫ്രണ്ടാ. ഇപ്രാവശ്യം ലീവിന് ഇവൾ എന്റെ കൂടെ ഇങ്ങ് പോകുന്നു. ഇന്ദു, ഇതാണ് എന്റെ രണ്ടാമത്തെ ഏട്ടൻ. ഹായ്, ഐ എം ചന്തു. ഹലോ, ഐ എം ഇന്ദു. ചന്തു, ഇന്ദു, കൊള്ളാലോ. എടി, ഏട്ടൻ എവിടെ? ഏട്ടൻ ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ. ഏട്ടാ, വലിയേട്ടനാണെങ്കിൽ പാടത്തേക്ക് പോയി. അവിടെ എന്തോ കുറച്ച് പണിയുണ്ടെന്ന് പറയുന്ന കേട്ടു. എനിക്ക് തോന്നി ഏട്ടൻ പാടത്ത് പോയി കാണുമെന്ന്. ഏട്ടാ, ഏട്ടൻ പോയി ഫ്രഷ് ആയിട്ട് വാ, ചെല്ല്. ആടി, പോവാ. അപ്പൊ നമുക്ക് വിശദമായിട്ട് പിന്നെ പരിചയപ്പെടാം. റാണി, ചന്തുവേട്ടൻ വന്നിട്ടുണ്ട്. നീ ആ റൂമിലോട്ടൊന്ന് കോഫി കൊടുത്തേക്കണേ. ഹാദി, ഞാൻ കൊടുത്തോളാം. എടി ആദി, നിനക്ക് ശരിക്കും എത്ര ചേട്ടന്മാരുണ്ട്? എനിക്ക് ശരിക്കും 2 ഏട്ടന്മാരാ ഉള്ളത്. ഒന്നാമത്തത് ദേവചന്ദ്രൻ, അതായത് എന്റെ വലിയേട്ടൻ. രണ്ടാമത്തത് ചന്തു, അതായത് നീ ഇപ്പൊ കണ്ട മുതല്. വൗ, ബ്യൂട്ടിഫുൾ. അടാടിയാ ഓയ് റാണി, என்ன அம்புல தச்சானே என்ன கட்டி புடிச்சு தூங்க வச்சானே
ചന്തോട്ടാ മാറിയുന്നേ. എന്റെ റാണിക്കൊച്ച് പിണക്കത്തിലാണോ? ഓ, നമ്മള് മിണ്ടിയാലും മിണ്ടിയാലും ഇവിടെ ആർക്കും ഒന്നുമില്ലല്ലോ. എന്റെ പൊന്നു റാണി, സത്യമായിട്ടും ലീവ് കിട്ടിയില്ലടി. അങ്ങേരോട് കയ്യും കാലും പിടിച്ച ഇപ്രാവശ്യം 1 മാസത്തേക്ക് ഞാൻ ലീവ് വാങ്ങിച്ചോണ്ട് വന്നത്. നീ ഒരാഴ്ച പറഞ്ഞെങ്കിലും ഞാൻ 1 മാസത്തെ ലീവ് എടുത്തോണ്ടാ ഇങ്ങോട്ട് വന്നേക്കുന്നെ. എങ്ങനുണ്ട്? മോനെ അങ്ങോട്ട് മാറിയെന്നേ. ഇന്ദുവോ ആദ്യോ വലിയൊരെണ്ണം അങ്ങനെ വന്നു കഴിഞ്ഞാ എനിക്ക് ആലോചിക്കാൻ കൂടി വയ്യ. അതുകൊണ്ട് മോനങ്ങോട്ട് മാറി നിന്നേ. ഓ പിന്നെ ആരും വരുത്തില്ല. ചന്തോട്ടാ വേണ്ട, മാറിക്കേ. മാറില്ല. தாவி அள்ளிக்க சொல்லும் இது கூட தெரியாதா அட ஆடியா പോ അവിടുന്ന്. റാണി പോലെ. അതെ, ഫ്രഷ് ആയിട്ട് പെട്ടെന്ന് താഴേക്ക് വാ ഫുഡ് കഴിക്കാൻ. എടാ വിഷ്ണു, എന്റെ മനസ്സില് കുഴിച്ചിട്ടത് പലതും അവളായിട്ട് ഒന്ന് തുറന്നെടുത്ത പോലെ. എനിക്കറിയില്ലടാ എനിക്കുള്ളവരുള്ള ഫീലിങ്സ് എന്തുവന്നു. ഈ ഫീലിങ്സിന്റെ പേരാണ് പ്രേമം എന്നുള്ളത്. എടാ, വേറെ ആരെങ്കിലും വന്ന് കൊത്തിക്കൊണ്ട് പോകുന്നതിന് മുൻപേ നിന്റെ ഇഷ്ടം നീ അവളോട് പറ. പറയണം, സമയാവട്ടെ. എടാ, ഇതൊന്നുമല്ല, അവള് ഭയങ്കര മോഡേൺ കൊച്ചാ. അവള് സാരി ഉടുക്കുന്നയോ ഒന്നും ഞാൻ കണ്ടിട്ടില്ല. അവൾക്ക് നമ്മുടെ നാടൊക്കെ ഇഷ്ടപ്പെടുവോ? അവർക്കിനി ലീവ് ഒരാഴ്ച കൂടെ ഉള്ളൂ. അതിനു മുന്നേ പറയാൻ നോക്ക്. അല്ല, നീ അമ്പലത്തിൽ വരുന്നില്ലേ ഇന്ന്? ആ, അത് ശരിയാണല്ലോ. ഇന്നലെ ഉത്സവം തുടങ്ങുന്നത്. അവരെയും കൂട്ടിക്കൊണ്ട് ഇന്ന് അമ്പലത്തിലൊന്ന് വരണം. എന്നാ മോൻ പെട്ടെന്ന് വീട്ടിലോട്ട് ചെല്ലു. സമയം കുറേ ആയി. റാണി, നീ ഇതെവിടാ? ചന്ദ്രേട്ടാ, ഞാൻ ഇവിടെ ഉണ്ട്. റാണി, എല്ലാവരോടും പറ റെഡിയാവാൻ. റെഡി ആവാനോ? അതിന് എവിടെ പോയേട്ടാ? ആ, കൊള്ളാലോ. നീ മറന്നോ? ഇന്നല്ലേ ഉത്സവം തുടങ്ങുന്നത്? ഓ, അത് ശരിയാണല്ലോ. ഞാനങ്ങ് മറന്നുപോയി. ഞാൻ അവരോട് ഇപ്പൊ പറയാം റെഡി ആവാൻ. അതേ, നീയും പോയി റെഡി ആയിക്കോ. ഞാൻ നിന്റെ അച്ഛനോട് വിളിച്ച് പറഞ്ഞിട്ടുണ്ട് ഇന്ന് നമ്മൾ എല്ലാരും കൂടെ അമ്പലത്തിൽ പോവാന്ന്. ഏട്ടാ, നീ ഇതപ്പോ വന്നു? കുറച്ചു നേരമായി ഏട്ടാ വന്നിട്ട്. സുഖമല്ലേടാ നിനക്കവിടെ? ആ ഏട്ടാ, എനിക്ക് എന്തിന്റെ കുറവാ? പോക ജോലിയുക വരിക, പോക ജോലിയുക വരിക, ഇത് തന്നെ. എന്നാലും അടിപൊളിയായിട്ട് പോന്നു. എന്തായാലും പുള്ളിക്കാരനോട് പറഞ്ഞു 1 മാസത്തെ ലീവ് ഞാനിങ്ങ് വാങ്ങിച്ചെടുത്തു. ആ, അതെന്തായാലും കാര്യമായി. നീ ചായ കുടിച്ചോ? ആ ഏട്ടാ, മുമ്പേ നല്ല മധുരമുള്ളൊരു ചായ കുടിച്ചു. ഓ, ഞങ്ങളൊക്കെ പിന്നെ ഇവിടെ ഉപ്പിട്ടിട്ടാണല്ലോ ചായ കുടിക്കുന്നത്. നീ ഇപ്പൊ റെഡിയാക്, അമ്പലത്തിൽ പോണെന്ന്. ഇന്ന് ഉത്സവം തുടങ്ങുമല്ലേ? ആ, അത് ശരിയാണല്ലോ. ഞാൻ എന്നപ്പോ വേഗം റെഡി ആയിട്ട് വരാം. ഏട്ടാ, ഇന്ന് ഒരു മീറ്റിംഗിലാ. അവള് ലേറ്റ് ആകുമെന്ന് പറഞ്ഞു. എന്നാ അവളും കൂടെ വന്നിട്ട് നമുക്ക് പോവാം. ഏട്ടാ, അത് പറ്റില്ല. എനിക്ക് ഉത്സവം തുടങ്ങുന്നതിന് മുന്നേ ചെല്ലണം. എനിക്ക് അവിടുത്തെ എല്ലാം കാണണം. ഏട്ടാ പ്ലീസ്, എനിക്ക് നേരത്തെ പോണം. ഒരു കാര്യം ചെയ്യ്, ഞാനും റാണിയും ചന്തുവേട്ടനോടെ പൊക്കോളാം. ഏട്ടൻ എന്തൂരം വിളിച്ചോണ്ട് വാ. ആ ശരി. ചന്തു, ഇവരെ സൂക്ഷിച്ചു കൊണ്ടുപോകണം. നിന്റെ കണ്ണും വെട്ടിച്ച് ഇവൾമാരെങ്ങും പോവല്ലോ. ആ ഏട്ടാ, ഞാൻ ഇവരെ നോക്കണം. ആദി, ഇങ്ങോട്ടൊന്ന് വരുവോ? ആദി, ഓ സോറി. ദേവേട്ടാ, ആദി എവിടെ? അവൾ അമ്പലത്തിലോട്ട് പോയി. നീ റെഡി ആയില്ലേ ഇതുവരായിട്ടും? ദേവേട്ടാ, എനിക്ക് ഈ സാരി ഉടുക്കാൻ അറിയത്തില്ല. ആ ബെസ്റ്റ്. എന്നാ പിന്നെ നിനക്ക് വേറെ ഏതെങ്കിലും ഡ്രസ് ഇട്ടൂടെ? ആദ്യം പറഞ്ഞു ഇന്ന് അമ്പലത്തിൽ പോകുമ്പോ സാരി ഉടുത്തോണ്ട് വരണമെന്ന്, അല്ലെങ്കിൽ അവള് മിണ്ടൂലെന്ന് പറഞ്ഞു. എന്നാ നിന്റെ കൂട്ടുകാരെ കൊണ്ട് നേരത്തെ ഉടുപ്പിച്ചുകൂടായിരുന്നോ? അത് പിന്നെ ഞാനോർത്തു അവള് ഞാനും കൂടെ വന്നിട്ടേ പോകത്തുള്ളൂ. അവൾ എന്നോട് അങ്ങനെയാ പറഞ്ഞത്. എന്നിട്ട് അവള് നേരത്തെ പോയി. ദേവേട്ടാ, പറ. ദേവേട്ടന് സാരി ഉടുപ്പിക്കാൻ അറിയാവോ?
എനിക്ക് നന്നായിട്ടൊന്ന് ഉടുപ്പിക്കാൻ അറിഞ്ഞൂടാ. ദേവേട്ടാ പ്ലീസ് എങ്ങനെയെങ്കിലും ഒന്ന് ഒപ്പിച്ചതാ.